ഹലോ മക്കളെ, എല്ലാവർക്കും ന്യൂട്ടൺസിന്റെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളുടെ 7ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റെസിപ്രോക്കൽസ്, വിപരീത ഭിന്നങ്ങൾ എന്ന് പറയുന്ന പാഠമാണ്. അത് ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്ക് പഠിക്കാൻ സാധിക്കും. കാരണം നമ്മൾ രണ്ടാമതൊരു ചാപ്റ്റർ പഠിച്ചില്ലേ, ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ഭിന്നസംഖ്യകൾ, അതുമായിട്ട് വളരെ റിലേഷൻ ഉള്ള ഒരു ചാപ്റ്ററാണ് ഈ 4ാമത്തെ ചാപ്റ്റർ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്കൊന്ന് നോക്കിയാലോ അതിന്റെ ഫസ്റ്റ് പാർട്ട് എങ്ങനെയാണ്, ഇതിന്റെ ഒരു ഫസ്റ്റ് ബേസിക് എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് ആദ്യം തന്നെ ഒന്ന് നോക്കാം. യെസ്, ഇവിടെ തന്നിരിക്കുന്ന ആ ഒരു നമ്പേഴ്സ് ഒന്ന് നോക്കിക്കേ മക്കളെ. ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു 10 കിടക്കുന്നുണ്ട്, റൈറ്റ് സൈഡിൽ ഒരു 15 കിടക്കുന്നുണ്ട്. അതിന്റെ മുകളിൽ കിടക്കുന്ന നോക്കി 3/2 ടൈംസ് എന്നും 2/3 ഓഫ് എന്നും പറഞ്ഞ് കിടക്കുന്നുണ്ട്. 2 ആരോ മാർക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയേക്കുന്നത് കണ്ടോ? യെസ്, ദാറ്റ് മീൻസ് 10 × 10ന്റെ 3/2 മടങ്ങ് അല്ലെങ്കിൽ 3/2 വെച്ചതിനെ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടണം? നമ്മളുടെ ഇപ്പുറം കിടക്കുന്ന 15 കിട്ടണം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം. 10 × 3/2 കറക്റ്റ് ആണ് അല്ലെ? 30/2 15 കിട്ടില്ലേ? കണക്ക് കറക്റ്റ് ആണ് അല്ലെ? ഇനി നേരെ തിരിച്ച് 10നെ നമ്മൾ 3/2 വെച്ച് ചെയ്തപ്പോൾ 15 കിട്ടിയെങ്കിൽ 15നെ നമ്മൾ ഇവിടെ കിടക്കുന്ന നമ്പർ ഏതാണ്? 2/3 കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടണം? 10 കിട്ടണം. അതായത് തിരിഞ്ഞു വന്നു. ആ ഫ്രാക്ഷനെ നമ്മൾ തിരിച്ചാണ് ഇവിടെ കണ്ടുപിടിച്ചേക്കുന്നത് അല്ലെ? നോക്കി, 15 × 2/3 നോക്കാം. 15 × 2 എത്രയാണ്? 30 ആണ് അല്ലെ? 30/3 10 കിട്ടുന്നില്ലേ മക്കളെ? പരിപാടി മനസ്സിലായോ? അതായത് ഫ്രാക്ഷൻ നമ്മൾ തിരിച്ച് 10നെ 3/2 വെച്ച് കണ്ടുപിടിച്ചാൽ 15 കിട്ടുമെങ്കിൽ 15നെ നമ്മൾ ഫ്രാക്ഷൻ തിരിച്ചിട്ടു അല്ലെ? ഇവിടെ കിടക്കുന്ന 3/2നെ തിരിച്ചാണ് ഇട്ടിരിക്കുന്നത് അല്ലെ? ഒരു ഫ്രാക്ഷൻ നമ്മൾ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും അംശവും ഛേദവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത് മക്കളെ? അതിന്റെ റെസിപ്രോക്കൽ, വിപരീത ഭിന്നം അല്ലെ? വിപരീതം എന്നാണ് പേര് പറയുന്നത് അല്ലെ? സോ വിപരീത ഭിന്നം അല്ലെങ്കിൽ റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. സോ ഈ ഒരു കണക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രാക്ഷൻസ് ഓപ്പോസിറ്റ് ആക്കി മാറ്റിക്കൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിലേക്കും ഡിനോമിനേറ്റർ ന്യൂമറിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പാഠത്തിലെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് എന്നാൽ ക്വസ്റ്റ്യൻസിലേക്ക് കടന്നാലോ? ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ മക്കളെ. 2 ആൾക്കാരെ നമുക്കിവിടെ പരിചയപ്പെടാനുണ്ട് അല്ലെ? ആരാണ്? സുമയും ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ സഫീർ. ഓക്കെ, സുമയുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്നാ പറയുന്നത്? 16 രൂപയാണ് സുമയുടെ കയ്യിലുള്ളത്. എത്രയാണ്? 16 രൂപ. കാണുന്നുണ്ടല്ലോ മക്കളെ? യെസ്. അതുപോലെ തന്നെ സഫീറിന്റെ കയ്യിൽ എത്രയാണ്? 4 രൂപയുള്ളൂ. പാവപ്പെട്ടവനാണ് പുള്ളി അല്ലെ? യെസ്. അപ്പൊ സുമയുടെ കയ്യിൽ നമുക്ക് 16 രൂപയാണ് എന്ന് പറയുന്നുണ്ട്. ഇനി സഫീറിന്റെ കയ്യിൽ എത്രയാണ് മക്കളെ? സഫീറിന്റെ കയ്യിൽ 4 രൂപയാണെന്ന് പറയുന്നുണ്ട്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചേ. വാട്ട് പാർട്ട് ഓഫ് സുമാസ് മണി ഡസ് സഫീർ ഹാവ്? സുമയുടെ കയ്യിലുള്ളതിന്റെ എത്ര ഭാഗമാണ് സഫീറിന്റെ കയ്യിലുള്ളത്? അപ്പൊ നമുക്ക് സുമയുടെ കയ്യിലുള്ളത് 16 ആണ്. സുമയുടെ കയ്യിലുള്ളതിന്റെ എത്ര ഭാഗം അല്ലെങ്കിൽ എത്ര പാർട്ടാണ് ആരുടെ കയ്യിലുള്ളതെന്ന ചോദ്യം? സഫീറിന്റെ കയ്യിലുള്ളത്. അതായത് നമുക്ക് ആ പാർട്ടാണ് കണ്ടുപിടിക്കാനുള്ളത്. എന്താണ്? ആ പാർട്ടാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. സോ 16 × ആ ഒരു ഭാഗം എത്രയാണ് എന്ന് നമുക്ക് അറിയാൻ പാടില്ല, അത് നമുക്ക് കണ്ടുപിടിക്കണം. ഈസ് ഈക്വൽ ടു സഫീറിന്റെ കയ്യിലുള്ളത് എത്രയാണ്? ആ 4 അല്ലേ? സോ നമ്മൾ പാർട്ട് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യും മക്കളെ? പാർട്ടിനെ നമ്മൾ ഇവിടെ നിർത്തിക്കൊണ്ട് ഈ 16നെ തൊട്ടപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അതായത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് നിൽക്കുന്ന 16 തൊട്ടപ്പുറത്തേക്ക് എന്തായി മാറും? ഡിവിഷൻ ആയി മാറും അല്ലെ? സോ 4/16 എന്നാണ് നമുക്ക് വരാം. 4/16 നമുക്ക് ഒന്നുകൂടി ചെറുതാക്കിയാൽ എത്ര വരും? 1/4 എന്ന് കിട്ടും. സോ 1/4 ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നോക്കിക്കേ. ഹൗ മെനി ടൈംസ് സഫീർസ് മണി ഡസ് സുമ ഹാവ്? സഫീറിന്റെ കയ്യിലുള്ളത് പൈസയുടെ എത്ര ഇരട്ടിയാണ് സുമയുടെ കയ്യിലുള്ളത്? കാരണം സഫീറിന്റെ കയ്യിൽ കുറച്ചുള്ളൂ അല്ലെ? സോ അതിന്റെ ഇരട്ടി എടുത്താൽ നമുക്ക് എന്ത് കിട്ടാം? 16 കിട്ടാം. കൂടുതലാണ് സുമയുടെ കയ്യിലുള്ളത്. സോ സഫീറിന്റെ കയ്യിലുള്ളതിന്റെ അപ്പൊ നമുക്ക് എഴുതാം, സഫീറിന്റെ കയ്യിലുള്ളതിന്റെ എത്ര ടൈംസ്, എത്ര ഇരട്ടിയാണ് ആരുടെ കയ്യിലുള്ളത്? എത്ര മടങ്ങാണ് ആരുടെ കയ്യിലുള്ളതെന്ന ചോദ്യം? നമ്മുടെ സുമയുടെ കയ്യിലുള്ളത് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാലോ. സഫീറിന്റെ കയ്യിൽ ആകെ 4 രൂപയുള്ളൂ. ടൈംസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ടൈംസ് ഇവിടെ എഴുതി. സുമയുടെ കയ്യിൽ 16 രൂപയില്ലേ? therefore ടൈംസ് മടങ്ങ്, എത്ര മടങ്ങ് ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? യെസ്, മടങ്ങ് ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഇപ്പുറം കിടക്കുന്ന 4നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ പോരെ? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് കിടക്കുന്ന 4 തൊട്ടപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ അത് എന്താകുന്നു? ഡിവിഷൻ ആയി മാറുന്നു. 16/4 ഈസ് ഈക്വൽ ടു 4 ടൈംസ് എന്ന് നമുക്ക് ഉത്തരം കിട്ടുന്നു. 4 മടങ്ങാണ് അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടേണ്ടത്. യെസ്, ആൻസർ കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. നോക്കിക്കേ മക്കളെ. ഫസ്റ്റത്തെ സബ് ക്വസ്റ്റിന്റെ ആൻസർ എത്രയാണ് വരുന്നത്? 1/4 പാർട്ട്. എത്ര ഭാഗമുണ്ട്? 1/4 ഭാഗമാണ്
ആദ്യത്തെ ക്വസ്റ്റിന്റെ ആൻസർ വരേണ്ടത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 4 മടങ്ങ്. എത്ര മടങ്ങാണ്? 4 മടങ്ങാണ് നമ്മളുടെ സഫീറിന്റെ കയ്യിലുള്ള പൈസയുടെ 4 മടങ്ങാണ് നമ്മുടെ സുമയുടെ കയ്യിലുള്ളത്. ക്ലിയർ അല്ലേ? ഇത് ആക്ച്വലി ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് തന്നെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ചെയ്ത് തന്നെ എന്റെ മക്കൾ പഠിക്കണം കേട്ടോ. ഇനി എന്നാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കിയാലോ. ഇത് അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം. 27 students of a class got A+ in maths. നിങ്ങൾക്ക് A+ വാങ്ങിക്കാനുള്ളവരാണ് കേട്ടോ. എത്ര കുട്ടികൾക്കാണ് ക്ലാസ്സിൽ A+ കിട്ടിയത്? 27 കുട്ടികൾക്കാണ് നമ്മളുടെ മാത്സിന് A+ കിട്ടിയെന്നാണ് പറയുന്നത് അല്ലേ. They form 3/4 of the entire class. ഒരു ക്ലാസിന്റെ 3/4 ഭാഗമായിരുന്നു ഈ 27 കുട്ടികൾ എന്ന് പറയുന്നത്. എന്താണ് മക്കളെ? മൊത്തം ആ ക്ലാസ്സിനെ 4 ഭാഗങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ 4 ഭാഗത്തിൽ 3 ഭാഗവും ഈ പറയുന്ന 27 കുട്ടികൾ വരും. ഓക്കെ, അതായത് 4ൽ 3 മുക്കാൽ ഭാഗം കുട്ടികൾക്കും എന്ത് കിട്ടി? A+ കിട്ടി. അങ്ങനെയാണെങ്കിൽ മൊത്തം കുട്ടികളുടെ എണ്ണമാണ് നമുക്ക് അറിയേണ്ടത്. ഇതേ നമ്മുടെ റെസിപ്രോക്കൽ ഇവിടെ വന്നു കഴിഞ്ഞു. 3/4 into total, മൊത്തം കുട്ടികളുടെ ആകെ കുട്ടികളുടെ 3/4 ഭാഗം കുട്ടികൾക്ക് എന്ത് കിട്ടി? A+ കിട്ടി. ദാറ്റ് മീൻസ് 27 പേർക്ക് A+ കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും മക്കളെ? ടോട്ടൽ കണ്ടുപിടിക്കാൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇപ്പുറം കിടക്കുന്ന 3/4നെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. സോ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ വന്നിരിക്കുന്നേ. സോ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആകുന്നു. സോ ഫ്രാക്ഷൻ എന്തായി മാറണം? ഇതിന്റെ റെസിപ്രോക്കൽ ഇട്ട് വേണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. പിടികിട്ടുന്നുണ്ട്? അതായത് നമ്മളിപ്പോ ഫ്രാക്ഷനെ തൊട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ് എന്നുണ്ടെങ്കിൽ അത് എന്തായി മാറും? അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ആയി മാറും. ഓക്കെ, നമുക്കൊന്ന് നോക്കിയാലോ. ആൻസറിലേക്ക് നമുക്കൊന്ന് നോക്കാം. യെസ്, നോക്കിക്കേ, ഇന്റർചേഞ്ച് ചെയ്തതിന്റെ ആൻസർ എഴുതിയിരിക്കുന്നു. നോക്കി, 3/4 ആയിരുന്നു മൊത്തം ആ 27 എന്ന് പറയുന്ന കുട്ടികൾ ക്ലാസ്സിന്റെ 3/4 ഭാഗമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി മാറും? 27 into 4/3. നമ്മുടെ 3/4 തിരിഞ്ഞ് 4/3 ആയത് കണ്ടോ? യെസ്, അപ്പൊ അങ്ങനെയാണെന്ന് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. എന്നിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ 27/3 into 4 എന്ന് എഴുതി. 27/3 എന്ന് പറയുമ്പോൾ 9 അല്ലേ. സോ 9 into 4 ആണ് നമുക്ക് ഇവിടെ 36 ആൻസർ കിട്ടിയിരിക്കുന്നത്. ക്ലിയർ ആകുന്നുണ്ടോ പറയുന്ന കാര്യങ്ങൾ? ഓക്കെ അല്ലേ? യെസ്, അപ്പൊ നമ്മൾ ആദ്യത്തെ 2 ക്വസ്റ്റിനും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ സോൾവ് ചെയ്യാനായിട്ട് സാധിച്ചു. 36 ആണ് നമ്മുടെ ആൻസർ വരേണ്ടത് കേട്ടോ. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്കൊന്ന് നോക്കിയാലോ. 2/3 of a bottle was filled with 1/2 liter of water. How many liters of water will the bottle hold? എന്താണ് പറയുന്നത്? ഒരു കുപ്പിയുടെ 2/3 ഭാഗം, അതായത് നമ്മളൊരു കുപ്പി എടുത്തിട്ട് അതിനൊരു 3 കഷ്ണങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാന്ന് വിചാരിക്കാം. അതിനകത്ത് 3ൽ 2 ഭാഗം, അതാണ് 2/3 അല്ലെ. അതായത് ഏകദേശം അതിന്റെ മുക്കാൽ ഭാഗത്തോളം എത്ര ലിറ്റർ വെള്ളം ഉണ്ടെന്നാ പറയുന്നത്? 1/2 ലിറ്റർ വെള്ളമുണ്ട്. അതായത് ആ കുപ്പിയുടെ മുക്കാൽ ഭാഗത്തിൽ 1/2 ലിറ്റർ വെള്ളമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കുപ്പിയിൽ മൊത്തം എത്ര ലിറ്റർ കൊള്ളും എന്നാണ് ചോദ്യം. പിടികിട്ടുന്നുണ്ടോ? ടോട്ടൽ കപ്പാസിറ്റിയുടെ 2/3ൽ 1/2 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ അതിന്റെ മൊത്തം കപ്പാസിറ്റി എത്രയാണ് എന്നാണ് അതിന്റെ ചോദ്യം. അതായത് ടോട്ടൽ കപ്പാസിറ്റി, നമ്മളുടെ കുപ്പിയുടെ മൊത്തം ശേഷി, സംഭരണ ശേഷി ഇൻടു എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ 2/3 ഭാഗത്തിൽ എത്രയുണ്ട്? 1/2 ലിറ്റർ കിടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ടോട്ടൽ കപ്പാസിറ്റി എത്ര എന്നാണ് ചോദ്യം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കിയാലോ. യെസ്, നോക്കിക്കേ, 2/3 പാർട്ട് ഇൻക്ലൂഡ്സ് 1/2 ലിറ്റർ. 2/3 ഭാഗത്തിൽ എന്തുണ്ട്? അതേ നമ്മുടെ പിക്ചർ കണ്ടോ? പിക്ചറിൽ കിടക്കുന്ന കണ്ടോ? ആ വെള്ളം 1/1 ലിറ്റർ ആണ് നമുക്ക് എന്തുള്ളത്? വെള്ളമുള്ളത്. അത് കുപ്പിയുടെ എത്ര ഭാഗത്തിലായിട്ടാണ് കിടക്കുന്നത്? 2/3 പാർട്ടിലായിട്ട്. സോ ടോട്ടൽ ഇൻടു 2/3 is equal to 1/2. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? നമ്മളുടെ 2/3 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ തൊട്ടിപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായി മാറും? റെസിപ്രോക്കൽ ആയി മാറുന്നു. സോ ടോട്ടൽ ഇൻടു 2/3 is equal to 1/2. ടോട്ടൽ കണ്ടുപിടിക്കാൻ നമ്മളുടെ 2/3 ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 1/2 ഇൻടു 2/3 റെസിപ്രോക്കൽ എങ്ങനെയാണ് വരേണ്ടത് മക്കളെ? തിരിഞ്ഞു വരണം. ദാറ്റ് ഈസ് 3/2. ക്ലിയർ അല്ലേ? 3/2 എന്നാണ് വരേണ്ടത്. നമ്മൾ 1ഉം 3ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, 2ഉം 2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ആൻസർ എത്രയാണ്? ഫൈനൽ ആൻസർ ഇസ് 3/4 ലിറ്റേഴ്സ്. എത്രയാണ്? 3/4 ലിറ്റേഴ്സ്. ഇത് നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? നമുക്കിവിടെ മുകളിൽ കിടക്കുന്ന ന്യൂമറേറ്റർ അംശം ചെറുതല്ലേ ആൻഡ് ഡിനോമിനേറ്റർ വലുതുമാണ്. സോ ഡിവൈഡ് ചെയ്ത് പോകാൻ പറ്റില്ല. സോ അതുകൊണ്ട് നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ, മിശ്ര ഭിന്നസംഖ്യയിലേക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ ഇത്തിരി വലിപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമ്മുടെ ടെക്സ്റ്റിലാണെങ്കിലും നമ്മൾ പഠിച്ചതിൽ ഇത്തിരി വലിപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. 2 of the 3 ribbons of the same length and half the third ribbon were placed end to end
It came to 1 meter. What is the length of the ribbon in centimeter? ഇതിനകത്ത് പ്രശ്നം വരാൻ പോകുന്നത് ഫസ്റ്റ് സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും കിളി പോകും. ഒന്നുകൂടി നമുക്ക് വായിച്ചു നോക്കിയാലോ. യെസ്, ഒരേ നീളമുള്ള 3 റിബണുകളിൽ 2 എണ്ണവും മൂന്നാമത്തെ റിബണിന്റെ പകുതിയും അറ്റം മുതൽ അറ്റം വരെ നമ്മൾ സ്ഥാപിച്ചു എന്ന് ഉദ്ദേശിക്കുന്നു അറ്റം മുതൽ അറ്റം വരെ നമ്മൾ ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ വെച്ചു. ഇനി അത് 1 മീറ്റർ വരെ എത്തി. നമ്മൾ ഇതിങ്ങനെ അളന്നു നോക്കിയപ്പോൾ അതിന്റെ മൊത്തം നീളം 1 മീറ്റർ ആണ്. സെന്റിമീറ്ററിൽ ഒരു റിബണിന്റെ നീളം എത്രയാണ്? അങ്ങനെയാണെങ്കിൽ ഒരു റിബണിന്റെ നീളം സെന്റിമീറ്ററിൽ എത്രയാണ്? ശ്രദ്ധിക്കാം, ഒരേ നീളമുള്ള 3 റിബണാണ് നമ്മുടെ കയ്യിലുള്ള അല്ലെ. ആൻഡ് അതിനകത്ത് 2 എണ്ണം എടുത്തു, മൂന്നാമത്തെ പകുതിയും എടുത്തു. എന്താണ് മക്കളെ? ആദ്യത്തെ ഫുൾ എടുത്തു, രണ്ടാമത്തെ ഫുൾ എടുത്തു, മൂന്നാമത്തെ പകുതി എടുത്തു. ഓക്കെ, അപ്പൊ 1/2 അങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിക്കുന്നത് അല്ലെ. ഇനി അത് 3 കൂടി കൂട്ടിയപ്പോ നമുക്ക് എത്ര വന്നു? 1 മീറ്റർ വരെ എത്തി. എത്ര വരെ എത്തി എന്നാ പറയുന്നത്? 1 മീറ്റർ ആണ് അതിന്റെ നീളം വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ റിബണിന്റെ നീളം സെന്റിമീറ്ററിൽ എത്ര, മീറ്ററിൽ എത്ര എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ അല്ലേ? യെസ്, നമുക്ക് എന്തായാലും നോക്കാം. പിക്ചർ ഒന്ന് നോക്കിയ മക്കളെ. നമ്മൾ ആദ്യം തന്നെ 2 ഫുൾ ലെങ്ത് ഉള്ള റിബൺസ് എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഫുൾ ലെങ്ത്തിൽ കിടക്കുന്നത് കണ്ടല്ലോ. അതിന് നമ്മൾ ഫുൾ ലെങ്ത്തിന് നമ്മൾ ക്യാപിറ്റൽ എൽ എന്ന് കൊടുത്തു. 2 ഫുൾ ലെങ്ത്തിന് നമ്മൾ ക്യാപിറ്റൽ എൽ എന്ന് കൊടുത്തു. ഇനി ഹാഫ് ഓഫ് ദി ലെങ്ത് ഓഫ് അരയാണ് വരുന്നത് അല്ലെ. അപ്പൊ ഫുള്ള് ലെങ്ത് എല്ലാണെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി വരുമ്പോൾ എന്ത് വരും? L/2. ഇപ്പൊ മൊത്തം 10 മീറ്റർ ആണ്, അതിന്റെ പകുതി ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് 5 മീറ്റർ അല്ലേ. സോ ആ ലെങ്തിനെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതാണ് നമ്മൾ ഇവിടെ L/2 എന്ന് കൊടുത്തിരിക്കുന്നത്. സോ ഫുൾ ലെങ്ത് എത്രയാണ്? L ആണ്. ഹാഫ് ഓഫ് ദി ലെങ്ത് എത്രയാണ്? L/2 ആണ്. നമ്മൾ നേരത്തെ 1/2 എന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഇവിടുത്തെയും പരിപാടി. ഇനി നമ്മൾ 3 പേരെയും കൂടി കൂട്ടുന്നു. 2 എണ്ണം മുഴുവനായിട്ട് എടുത്തതും മൂന്നാമത്തതിന്റെ പകുതിയും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? 1 മീറ്റർ കിട്ടി അല്ലേ. 1 മീറ്റർ. അങ്ങനെയാണെങ്കിൽ അതായത് 2 എണ്ണം ഉണ്ട്, 1/2 മീറ്റർ ഉണ്ട്. അപ്പൊ എത്രയും മക്കളെ? 2.5 ആയില്ലേ ഇതിന്റെ ലെങ്ത്? 2.5 ആയില്ലേ. അതായത് ആ നീളത്തിന്റെ 2.5 എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ് എന്ന് കിട്ടി. എന്താണ്? ആ മൊത്തം ചരടിന്റെ അല്ലെങ്കിൽ ആ റിബണിന്റെ 2.5 എന്ന് പറയുന്നത് 1 മീറ്റർ ആണ് എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? ഈ 2.5 എന്ന് പറയുന്ന മിക്സ്ഡ് ഫ്രാക്ഷൻ മാറ്റി നമ്മൾ 5/2 ആക്കി. മിക്സ്ഡ് ഫ്രാക്ഷന്റെ കാര്യം നോക്കിക്കേ. നമുക്ക് എന്താണ് 2/1/2 എന്ന് പറയുന്ന മിശ്ര ഭിന്നസംഖ്യയാണ് കിട്ടിയിരിക്കുന്നത്. അതിനെ മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം 2 × 2 ചെയ്യും അല്ലെ. 2 × 2 ചെയ്യുന്നു. അതിനുശേഷം കിട്ടിയ സംഖ്യയെ നമ്മളിവിടുത്തെ ന്യൂമറേറ്റർ വെച്ചിട്ട്, അംശം വെച്ചിട്ട് കൂട്ടുന്നു, ഡിവൈഡഡ് ബൈ ദി ഡിനോമിനേറ്റർ. നമ്മുടെ ഛേദം വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 2 × 2 4 ആണ്. 4 + 1 5 ആണ്. 5/2 കിട്ടുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? അങ്ങനെയാണ് നമുക്ക് ഇവിടെ 5/2 ലിറ്റർ കിട്ടിയത്. 5/2 ലിറ്റർ ഈസ് ഈക്വൽ ടു 1 മീറ്റർ എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഇനി അതിനുശേഷമാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടിയത്? L ഈസ് ഈക്വൽ ടു 1 × 2/5. അതെങ്ങനെയാ വന്നത്? നമുക്കൊന്ന് നോക്കിയാലോ. യെസ്, അതായത് മൊത്തം ലെങ്തിന്റെ 5/2 ലെങ്തിന്റെ 5/2 അതായത് 5/2 ഭാഗവും 1 മീറ്റർ ആണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഫുൾ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ 5/2 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതി അല്ലേ. അപ്പൊ റെസിപ്രോക്കലായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 5/2 റെസിപ്രോക്കൽ 2/5 ആകും ഇപ്പുറത്തേക്ക് വരുമ്പോ. സോ 1 എന്ത് വരും? 1 × 2/5 എന്ന് വരും. എന്ത് വരും? 1 × 2/5. അപ്പൊ 1ഉം 2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എന്ത് വരണം? 2/5 മീറ്റർ എന്നുള്ളതാണ് നമ്മളുടെ എന്ത്? ഇവിടെ ആൻസർ കണ്ടോ? ലാസ്റ്റ് ആൻസർ കിടക്കുന്നത് കണ്ടോ? 2/5 മീറ്റർ ആണ് നമ്മളുടെ ഈ ഒരു ചരടിന്റെ നീളം. എന്താണ്? ഒരു ചരടിന്റെയാണ് അല്ലെങ്കിൽ ഒരു റിബണിന്റെ നീളമാണ് 2/5 മീറ്റർ. നമുക്കിനി എന്തിലേക്ക് മാറ്റണം? സെന്റിമീറ്ററിലേക്ക് മാറ്റണ്ടേ? മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യും മക്കളെ? മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് ആക്കാൻ നമ്മൾ എന്താണ് സാധാരണ ചെയ്യാറ്? 100 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അറിയില്ലാത്തൊരു ബോക്സിലാക്കി കൃത്യമായിട്ട് എഴുതി വെക്കാം. മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? 100 വെച്ചിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത് കേട്ടോ. സോ 2/5 മീറ്റർ ഉണ്ട് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 200 കിട്ടുന്നുണ്ട് അല്ലെ. സോ 200 എന്ന് കിട്ടിയിട്ടുണ്ട്. 5 is equal to 40 സെന്റിമീറ്റർ. നമുക്ക് കട്ട് ചെയ്ത് പോയപ്പോൾ കിട്ടിയതാണ് 5 is equal to 40 സെന്റിമീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ പറയുന്ന കാര്യങ്ങൾ? ഓക്കെ, യെസ്. നമ്മളുടെ അടുത്ത ദിവസം നമുക്ക് നോക്കിയാലോ. A 16 meters long rod is cut into pieces of length 2/3 meter. How many such pieces will be there? എന്താണ് പറയുന്നത്? 16 മീറ്റർ നീളമുള്ള ഒരു വടി ഉണ്ടായിരുന്നു. അതിനെ 2/3 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളായിട്ട് നമ്മൾ മുറിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര കഷ്ണം നമുക്ക് കിട്ടും? മൊത്തം നീളവും തന്നിട്ടുണ്ട് അല്ലെ. ടോട്ടൽ ലെങ്ത് തന്നിട്ടില്ല. ഇവിടെ ടോട്ടൽ ലെങ്ത് തന്നിട്ടുണ്ട്. ഇറ്റ്സ് 16 മീറ്റർ. ആൻഡ് എത്ര കഷ്ണങ്ങളാണ് ഓരോന്നും? ഈച്ച് പീസ്, ഓരോന്നിന്റെയും നീളം എത്രയാണ് മക്കളെ ഇവിടെ പറയുന്നത്? യെസ്, ഇറ്റ്സ് 2/3 മീറ്റർ. ഓരോ കഷ്ണത്തിനും 2/3 മീറ്റർ ആണ് നീളം.
അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കഷ്ണങ്ങൾ മുറിച്ചെടുക്കാൻ സാധിച്ചു എന്നാണ് ചോദ്യം. എന്ത് ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, മൊത്തം ഡിവിഷൻ കണ്ടുപിടിക്കാനായിട്ട് 16 എന്ന് പറയുന്ന ടോട്ടലിനെ ഈച്ച് പീസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമുക്ക് എത്ര കഷ്ണം ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഓരോ പീസിന്റെയും മെഷർമെന്റ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ശ്രദ്ധിച്ചേ, 16 മീറ്റർ നീളമുള്ള ഒരു റോഡ് കാണുന്നുണ്ട് അവിടെ. ആൻഡ് അതിനകത്ത് നിന്ന് ഓരോ പീസും, ഫോർ എക്സാമ്പിൾ ഈ ഓരോ പീസ് എടുത്തു കഴിഞ്ഞാൽ അതിന് എത്രയാണ്? ഈ ഓരോ പീസിന്റെയും നീളം പറയുന്നത് എത്രയാണ് മക്കളെ? 2/3 മീറ്റർ ആണ്. 2/3 മീറ്റർ ആണ് ഈ ഓരോ കഷ്ണത്തിന്റെയും നീളം. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പീസസ്, കഷ്ണങ്ങളുടെ എണ്ണം, മൊത്തം കഷ്ണങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? മൊത്തം കഷ്ണങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് നമ്മളുടെ മൊത്തം ടോട്ടൽ ലെങ്ത് എത്രയായിരുന്നു? 16 ആണ് അല്ലെ? 16നെ നമ്മൾ ഓരോ കഷ്ണത്തിന്റെയും നീളം വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. കണ്ടോ അവിടെ ചെയ്തിരിക്കുന്നത്? 16 ഡിവൈഡഡ് ബൈ 2/3. 16 ഡിവൈഡഡ് ബൈ 2/3. അപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു നമ്പർ ഒരു ഫ്രാക്ഷൻ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത് എങ്കിൽ താഴെ കിടക്കുന്ന ഫ്രാക്ഷനെ എന്ത് ചെയ്യാം? റെസിപ്രോക്കലായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? 16 2/3 എന്ന് പറയുന്ന ആ ഒരു ഫ്രാക്ഷനെ നമ്മൾ 3/2 അതിന്റെ റെസിപ്രോക്കലായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആൻസർ കിട്ടും. കണ്ടോ? 16 × 3/2. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇവിടെ എങ്ങനെ ചെയ്യാം? 16 × 3/2. ഇനി നമുക്ക് എളുപ്പത്തിന് വേണ്ടി 16/2 ആദ്യം ചെയ്യാലോ, എന്നിട്ട് 3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അതാണ് ഈ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിൽ എളുപ്പം. ഇതാണ് കുറച്ചും കൂടി അല്ലെ? ഡിവൈഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ 16 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 8 കിട്ടും. 8 × 3 24 എന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ലേ? സോ എത്ര പീസസ് ആണ് ഇവിടെ ഉള്ളത്? there are 24 പീസസ്. 24 കഷ്ണങ്ങളായിട്ടാണ് നമുക്ക് ഈ ഒരു കമ്പിയെ അല്ലെങ്കിൽ ഈ ഒരു വടിയെ മുറിച്ചെടുക്കാനായിട്ട് സാധിച്ചത്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത്? അതിപ്പോ ഡിവിഷൻ വരുമ്പോൾ റെസിപ്രോക്കലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് മനസ്സിൽ എല്ലാവരും ഉറപ്പിച്ച് വെച്ചോളൂ കേട്ടോ. ഒരു ഫ്രാക്ഷൻ വെച്ച് ഡിവൈഡ് ചെയ്താൽ വന്നാൽ അതിനെ റെസിപ്രോക്കലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. റെസിപ്രോക്കൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 2/3 എന്ന് പറയുന്ന റെസിപ്രോക്കലിന്റെ ന്യൂമറേറ്ററും 2/3 എന്ന് പറയുന്ന ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ റെസിപ്രോക്കൽ കിട്ടും. 2/3യുടെ റെസിപ്രോക്കൽ എന്തായിരിക്കും? 3/2 ആയിരിക്കും. എപ്പോഴും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി. സിമ്പിൾ അല്ലേ? യെസ്. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അതെ, ഇവിടെ നമ്മൾ എന്താണ് 13.5 കിലോ പഞ്ചസാരയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അല്ലേ? 13.5 kilograms of sugar is to be packed into bags with 1/4 kilograms sugar each. How many bags are needed? എന്താണ് പറയുന്നത്? 13.5 കിലോ ഷുഗർ ഉണ്ട്, നമ്മുടെ കയ്യിൽ പഞ്ചസാര ഉണ്ട്. is to be packed into bags with 1/4 kilogram sugar each. എന്താണ് നമ്മൾ ഈ പറയുന്ന ചാക്കിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ പാക്കറ്റ്, നമ്മൾ പാക്കറ്റ് ആയിട്ടല്ലേ മക്കളെ വാങ്ങിക്കുന്നേ, പഞ്ചസാര വാങ്ങിക്കുന്നേ. സോ 1/4 കിലോ വരുന്ന പാക്കറ്റുകളാക്കി നമുക്കൊന്ന് റെഡിയാക്കി വെക്കണം. ഈ ചാക്കിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് കുറച്ച് 1/4 കിലോന്റെ പാക്കറ്റിലേക്ക് ഈ പഞ്ചസാര പകർത്തി മാറ്റണം. അങ്ങനെയാണെങ്കിൽ എത്ര ബാഗ് വേണം അല്ലെങ്കിൽ എത്ര പാക്കറ്റുകൾ വേണം എന്നാണ് ചോദ്യം. ഓക്കെ, 13.5 കിലോഗ്രാം പഞ്ചസാര 1/4 കിലോഗ്രാം വെച്ച് ഓരോ ബാഗുകളിൽ പാക്ക് ചെയ്യണം. എത്ര ബാഗുകൾ വേണം? എങ്ങനെയായിരിക്കും? നമ്മൾ എന്തിനെയാണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്? 13.5 കിലോനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. എന്ത് വെച്ചിട്ട്? 1/4 കിലോഗ്രാം വെച്ചിട്ട്. സോ നമ്മുടെ കണക്ക് എങ്ങനെയാ വരേണ്ടത്? 13.5 ഡിവൈഡഡ് ബൈ 1/4. പിടികിട്ടുന്നുണ്ടോ? അപ്പൊ ഇവിടെ ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ് നമ്മുടെ ന്യൂമറേറ്ററിൽ അംശത്തിൽ വന്നിരിക്കുന്നത് അല്ലേ? സോ ആദ്യം തന്നെ മിക്സഡ് ഫ്രാക്ഷനിൽ നിന്നും അത് മാറ്റണം. ഓക്കെ, ക്ലിയർ അല്ലേ? സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷനിൽ നിന്ന് മാറ്റിയിരിക്കുന്നത്. ആദ്യം തന്നെ 13 × 2 ചെയ്യുമ്പോൾ നമുക്ക് 26 കിട്ടും. 26നെ 1 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 27/2 കിലോഗ്രാം എന്ന് നമുക്ക് എന്ത് മിക്സഡ് ഫ്രാക്ഷനിൽ നിന്ന് മാറി കിട്ടും. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എന്ത് വെച്ചിട്ടാണ് ഫിൽ ചെയ്യേണ്ടത്? 2.25 കിലോ വരുന്ന ബാഗുകളിലേക്കാണ് നമുക്ക് മാറ്റേണ്ടത്. 1/4 കിലോഗ്രാം അല്ല മക്കളെ, 2.25 ആണ് കേട്ടോ. 2.25 കിലോ വരുന്ന പാക്കറ്റുകളിലേക്കാണ് നമുക്ക് മാറ്റേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 2 1/4 കിലോഗ്രാം, അതും മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. നമ്മൾ മാറ്റി 4 × 2 8 ആണ്. 8 + 1 9 ആണ്. സോ 9/4 കിലോഗ്രാം എന്ന് നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. ഇനി നമുക്ക് സിമ്പിൾ അല്ലേ? നമുക്ക് ഇവിടെയും ഒരു ഫ്രാക്ഷൻ ഉണ്ട്, ഇപ്പോഴും ഒരു ഫ്രാക്ഷൻ കിട്ടി. മിക്സ്ഡ് ഫ്രാക്ഷൻ മാറ്റി. മിക്സ്ഡ് ഫ്രാക്ഷൻ വന്ന ഉടനെ നോർമലിലേക്ക് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. സോ ആദ്യം തന്നെ മാറ്റി, എന്നിട്ട് 27/2നെ 9/4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. പിടികിട്ടുന്നുണ്ടോ? അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 27/2നെ 9/4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. 27/2 ഡിവൈഡഡ് ബൈ 9/4. രണ്ട് ഫ്രാക്ഷൻസിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ റെസിപ്രോക്കലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കോമൺ റൂൾ ആണ് അല്ലേ? അല്ലെങ്കിൽ ഒരു നമ്പറിനെ ഒരു ഫ്രാക്ഷൻ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴും റെസിപ്രോക്കലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് വരും? 27/2 അങ്ങനെ തന്നെ കിടക്കും. നമ്മുടെ താഴെ കിടക്കുന്ന 9/4 നേരെ തിരിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് തിരിച്ചു വരും. ഓക്കെ, കണ്ടോ?
9/4 നേരെ റെസിപ്രോക്കൽ ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് ഇത് ഇപ്പുറത്തേക്ക് വന്നു. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഒരു എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കിയേ. 27 ഉം 9 ഉം 9ന്റെ മൾട്ടിപ്പിൾസ് അല്ലെ, 4 ഉം 2 ഉം 2ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ, നമ്മൾ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, 27/9 എന്നും 4/2 എന്നും നമ്മൾ അവരെ മാറ്റി, പ്രശ്നമൊന്നുമില്ല. 27/9 എത്രയാണ് 3 ആണ് 27/9 അല്ലേ. ഇനി 4/2 എത്രയാണ് 2 അല്ലേ. സോ 3 × 2 6 bags എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടുന്നു. ക്ലിയർ ആകുന്നുണ്ടോ? എളുപ്പമല്ലേ ഇത് ചെയ്യാനായിട്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. ടോട്ടൽ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഡിവൈഡ് ആണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കിയാലോ. The area of a rectangle is 22.5 square centimeters and one side is 3/4 centimeters long. What is the length of the other side? എന്താണ് പറയുന്നത്? ഒരു ദീർഘചതുരം അല്ലെങ്കിൽ നമുക്കൊരു ചതുരം തന്നിട്ടുണ്ട്, റെക്ടാംഗിൾ തന്നിട്ടുണ്ട്. ഓക്കെ, ആ റെക്ടാംഗിളില് അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 22.5 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഏരിയ ഓഫ് എ റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അടക്കം അറിഞ്ഞാലേ നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്താണ്? ചതുരത്തിന്റെ പരപ്പളവ്. A4 ഏരിയ ആണ് ട്ടോ മക്കളെ, ചതുരത്തിന്റെ പരപ്പളവ്. സോ നമുക്കറിയാം ഇവിടെ തന്നിട്ടുണ്ട് 22.5 സെന്റിമീറ്റർ സ്ക്വയർ. എങ്ങനെയാണ് ഒരു ചതുരത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്? ഏരിയ ഈസ് ഈക്വൽ ടു L × B, ലെങ്ത് × ബ്രെഡ്ത്ത് ആണ് നമ്മുടെ ചതുരത്തിന്റെ ഏരിയയുടെ ഇക്വേഷൻ ആണല്ലോ. അപ്പൊ L × B ഈസ് ഈക്വൽ ടു 22.5 എന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്ത് എഴുതാലോ, പ്രശ്നങ്ങളൊന്നും തന്നെയില്ലല്ലോ. അതിനകത്ത് ഒരു വശം തന്നിട്ടുണ്ട് അല്ലേ, ആൻഡ് വൺ സൈഡ് ഈസ് 3/4 സെന്റിമീറ്റേഴ്സ് ലോങ്. ഒരു വശമാണെങ്കിൽ അതിനകത്ത് 3.25 സെന്റിമീറ്റേഴ്സ് ആണ് എന്നും പറയുന്നുണ്ട്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി അതർ സൈഡ്? അങ്ങനെയാണെങ്കിൽ മറ്റൊരു വശം ഏതാണ്? അപ്പൊ നമ്മളിപ്പോഴോ L ആണ് 3/4 ആയിട്ട് എടുക്കുന്നതെന്ന് വിചാരിക്കാം. നമുക്ക് എന്തെടുക്കാം? എല്ലിനെ തന്നെ എന്തായിട്ട് എടുക്കാം? 3/4 ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ അപ്പുറത്തെ പേജിലേക്ക് ഒന്ന് മാറ്റി എഴുതുന്നുണ്ട്. A is equal to L × B, ഏരിയ is equal to 22.5 സെന്റിമീറ്റർ സ്ക്വയർ എന്നും ആൻഡ് നമ്മളുടെ ലെങ്ത് ഈസ് ഈക്വൽ ടു 3/4 എന്നും ഞാൻ എഴുതി. അപ്പോൾ L × B ആണല്ലോ 22.5. അപ്പൊ എല്ലിന് പകരം നമുക്ക് 3/4 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ, കുഴപ്പമില്ലല്ലോ, പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. 3/4 × B ഈസ് ഈക്വൽ ടു 22.5 എന്ന് നമുക്ക് കൊടുക്കാം. ഇനി ഒന്ന് ശ്രദ്ധിച്ചതിന്റെ മക്കള്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദ അതർ സൈഡ് അല്ലെങ്കിൽ ബ്രെഡ്ത്ത്, നമ്മുടെ ചതുരത്തിന്റെ വീതിയാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. നമ്മുടെ 3/4 ഇപ്പുറം കിടക്കുന്നു, 22.5 ഇപ്പുറത്ത് കിടക്കുന്നു. 3/4 ഇതോ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ബിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? അതായത് മൾട്ടിപ്ലിക്കേഷനിലായിരുന്ന 3/4 തൊട്ടിപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവിഷൻ ആകുന്നു. പിടികിട്ടുന്നുണ്ടല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഈ മിക്സ്ഡ് ഫ്രാക്ഷൻസ് മാറ്റണം. 22 1/2 മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്, 3/4 മിക്സ്ഡ് ഫ്രാക്ഷൻ, മിശ്ര ഭിന്നസംഖ്യയാണ്. സോ അത് ആദ്യം മാറ്റിയാലേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം മാറ്റാനായിട്ട് പോകുന്നത്. ശ്രദ്ധിച്ചേ, ഏരിയ ഓഫ് റെക്ടാംഗിൾ L × B, ചതുരത്തിന്റെ പരപ്പളവൊക്കെ തന്ന ഇക്വേഷൻ ഒക്കെ കണ്ടുപിടിച്ച് നോക്കിക്കേ, മിക്സ്ഡ് ഫ്രാക്ഷൻ മാറ്റിയിരിക്കുന്നത് കണ്ടോ? 2 × 22. അപ്പൊ എത്ര കിട്ടും? 44 കിട്ടും അല്ലെ. ആ 44നെ 1 വെച്ച് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 45 വരും. സോ 45/2 സെന്റിമീറ്റർ സ്ക്വയർ ആണ് അതിനെ നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷനിൽ നിന്ന് മാറ്റുമ്പോൾ കിട്ടുന്ന ഫ്രാക്ഷൻ. ഓക്കെ, ഇനി അതിനുശേഷം വൺ സൈഡ് ലെങ്ത് നമ്മളിവിടെ 3/4 ആയിട്ട് എടുക്കുന്നു. ഉടനെ അതും മിക്സ്ഡ് ഫ്രാക്ഷനിൽ നിന്ന് മാറ്റണം. നമ്മൾ മാറ്റി കഴിയുമ്പോൾ എന്ത് കിട്ടും? 15/4 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ, 15/4. സോ നമുക്ക് ഇവിടെ മനസ്സിലാകുന്നുണ്ട് നമ്മളുടെ 45/2 ആണ് ഇവിടുത്തെ ഏരിയ, 15/4 ആണ് ഇവിടുത്തെ ലെങ്ത്. സോ എന്ത് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? A is equal to L × B ആണ്. സോ നമ്മളുടെ ഫ്രാക്ഷൻ മാറ്റിയപ്പോൾ 45/2 കിട്ടി, ഈസ് ഈക്വൽ ടു L എന്ന് പറയുന്നത് 15/4 ആണ് ഇൻടു B. ക്ലിയർ അല്ലേ? ഇതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ B കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 15/4 ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ ഇവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷൻ ആയി മാറേണ്ടതാണ് അല്ലേ. സോ നമുക്ക് നോക്കാം. B ഈസ് ഈക്വൽ ടു 45/2 ഡിവൈഡഡ് ബൈ 15/4. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഫ്രാക്ഷൻസിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ താഴെയുള്ള ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് നമുക്ക് അറിയാലേ. സോ എഴുതാം 45/2 × 4/15. ഇത് നമ്മൾ നേരെ പോയി മൾട്ടിപ്ലൈ ചെയ്ത് ഈ താഴത്തെ 15 × 2 45 × 4 ഒക്കെ പെട്ടെന്ന് പോയി നിങ്ങൾ ചിലപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തേക്കാം. അതിന് മുന്നേ ഒന്ന് നോക്കണം. ഇവിടെ നോക്കിയേ, ഇവിടെ 45, ഇവിടെ 15. 15ന്റെ മൾട്ടിപ്പിൾ ആണ് 45 ആയിട്ട് വരുന്നത് അല്ലേ. ഇനി നോക്കി 2ഉം 4ഉം അത് 2ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് വരുന്നത്. സോ നമുക്ക് ഇവരെ തമ്മിൽ കമ്പയർ ചെയ്ത് എഴുതിക്കൂടെ? അതായത്
45/15 എന്നും ഇൻറ്റു 4/2 എന്നും നമ്മൾ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ഇതിന്റെ ഡിനോമിനേറ്റേഴ്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു. അത്രേ ഉള്ളൂ. ഡിനോമിനേറ്റർ ഈ 15 നമ്മൾ 45ന്റെ അടിയിലേക്ക് കൊടുക്കുന്നു, ഈ 2നെ നമ്മൾ 4ന്റെ അടിയിലേക്ക് കൊടുക്കുന്നു. അത്രേ വ്യത്യാസമേ വരുന്നുള്ളൂ കേട്ടോ. സോ 45/15 നമുക്ക് എത്രയാണ് കിട്ടേണ്ടത്? 3 ആണ് മക്കളെ കിട്ടേണ്ടത്. എത്രയാണ്? 3 ആണ് നമുക്ക് 45/15 ആൻസർ കിട്ടേണ്ടത്. ആൻഡ് 4/2 എന്ന് പറയുന്നത് 2 തന്നെയാണ്. സോ ആൻസർ എത്ര കിട്ടും? 6 സെന്റിമീറ്റർ ആണ് നമ്മളുടെ ഈ പറയുന്ന ചതുരത്തിന്റെ ബ്രെഡ്ത്ത്, വീതിയായിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടുന്നത്. സോ കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നമ്മുടെ റെസിപ്രോക്കൽസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഫ്രാക്ഷൻസ് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ റെസിപ്രോക്കലിറ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസേ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളൂ അല്ലേ. സോ അത്തരം ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുള്ളൂ കൃത്യമായിട്ട് തന്നെ. നമ്മൾ പിന്നെ ആദ്യം പറഞ്ഞേ നമ്മുടെ സുമയുടെയും സഫീറിന്റെയും ആ ഒരു ക്വസ്റ്റ്യൻ, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഇതുപോലെ ചതുരത്തിന്റെ ക്വസ്റ്റ്യൻ, ഇപ്പൊ ചതുരാണ് ചോദിച്ചത്, അതിന് പകരം എന്ത് ചോദിക്കാം? സമചതുരം ചോദിച്ചാലേ എഴുതാൻ പറ്റുള്ളൂ അല്ലെ. സമചതുരത്തിന്റെ ഏരിയ എങ്ങനെയാണ്? a² ആണ്. സൈഡ് ഇൻറ്റു സൈഡ് ആണ് വരേണ്ടത്. അപ്പൊ നമുക്ക് ഒരു സൈഡ് തന്നിട്ട് ഏരിയയും സൈഡും വെച്ചിട്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് തന്നെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും അടിപൊളിയായിട്ട് തന്നെ എക്സാം എഴുതാനായിട്ട് എന്റെ മക്കൾ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം നല്ല രീതിക്ക് എഴുതി നല്ല മാർക്ക് വാങ്ങിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.